സംഷാദ് മരക്കാർ, ഇപ്പോൾ കൃത്യമായി ഡോക്ടർ സോമൻ ചൂണ്ടിക്കാട്ടിയത് ആ ദൃശ്യങ്ങൾ ഈ എടയ്ക്കൽ ഗുഹയുടെ പരിസര പ്രദേശങ്ങൾ തന്നെയാണ്. അതിൻ്റെ താഴെയും ഈ പറയുന്ന ജനവാസ മേഖലയാണല്ലോ അല്ലേ? അപ്പോൾ അവിടെയൊക്കെയുള്ള ആളുകൾ എന്ത് ഉറപ്പോടെ കിടന്നുറങ്ങണം ഇന്ന് രാത്രിയിൽ? അല്ല, അതിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആധികാരികമായി നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമാണ് ആ വിവരം നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ആ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നടപടി എടുക്കപ്പെടേണ്ടവർ മാത്രമാണ് നമ്മൾ. ഇതുവരെ അത്തരത്തിലുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. അതാണ് ഞാൻ വേണുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞത്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ചെയ്ത ഒരു എക്സസൈസാണ് നേരത്തെ പോകുന്നതും സർഫസ് ഒന്ന് പരിശോധിക്കുന്നതും ആളുകളെ കാണുന്നതും അവരെ കൂടെ നിർത്തുന്നതുമൊക്കെ. പക്ഷെ അതിനപ്പുറം ആധികാരികമായി ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളവിടെ താമസിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നും, അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ചില ആളുകൾ മാറേണ്ടവരുണ്ടെങ്കിൽ മാറണമെന്നോ അല്ലെങ്കിൽ മാറേണ്ട ഏത് തരത്തിലുള്ള തീരുമാനവും നമുക്ക് തരേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാണ്. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ളൊരു നിർദ്ദേശം നമുക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ മാറ്റി അങ്ങ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിനകത്ത് ആധികാരികമായ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല, അത് കിട്ടിയാലല്ലേ നമുക്ക് തുടർ നടപടികൾ എടുക്കാൻ കഴിയുമെന്ന്. ശരി, ആ വാദം അംഗീകരിക്കുന്നു. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ്. ഞാൻ പറയാം, ഇപ്പോൾ 2018-ലും 2019-ലും ഒക്കെ ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ മേൽമുറിയിൽ. അതിനുശേഷം പിന്നീട് അവിടെ വിള്ളൽ വീണു, പല ഭാഗങ്ങളും അടർന്നു വീഴാറായ നിലയിലാണ് എന്ന് ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ താങ്കൾക്കാണ് ആ മേഖലയൊക്കെ അറിയുന്നത്. അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? അത് മാത്രമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരന്ത പ്രദേശങ്ങളിൽ ലോജിസ്റ്റിക്കൽ റിഗ്രേഷൻ മോഡൽ അനുസരിച്ച് പഠിച്ചപ്പോൾ ഈ 2018-ലും 2019-ലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാനും അത് ആവർത്തിക്കാനും ഒക്കെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഭൂമിയുടെ തരം മാറ്റൽ, പിന്നെ ഈ റോഡ് നെറ്റ്വർക്ക്, പിന്നെ മഴയുടെ അളവ്, അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, നീർച്ചാലുകളുടെ സാന്ദ്രത, ഭൂമിയുടെ ചെരിവ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് നിങ്ങളുടെയൊക്കെ നേർക്ക് സംശയത്തിൻ്റെ മുന നീളുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, അവിടെ ഈ പറയുന്ന അങ്ങുകൂടെ പ്രതിനിധീകരിക്കുന്ന പ്രാദേശിക ഭരണ സംവിധാനമുണ്ടല്ലോ, അവരുടെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ് 12 ഈ പറയുന്ന റിസോർട്ടുകളുടെ പ്രവർത്തനം. അതിൽ 9 എണ്ണത്തിൽ കൃത്യമായ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധയിൽപ്പെട്ടു. ബന്ധപ്പെട്ട പഞ്ചായത്ത് തന്നെ അതിനൊരു സമിതി വയ്ക്കുകയും അത് പരിശോധിക്കുകയും അതിലൊരു റിപ്പോർട്ടായി വരികയും ഒക്കെ ചെയ്യുകയുണ്ടായതാണ്. അതിൻ്റെ മേൽ എന്ത് നടപടി ഉണ്ടായി? ഇപ്പോൾ ഇവിടെ ഈ നാട്ടുകാരെ പറയുന്നുണ്ടായിരുന്നല്ലോ, അവരുടെ ആശങ്കയ്ക്കൊപ്പമാണല്ലോ താങ്കളും നിൽക്കുന്നത് സംഷാദ്. അവർ പറയുന്നുണ്ടായിരുന്നു ഈ റിസോർട്ടുകളിലെല്ലാം ഈ പറയുന്ന 20,000 ടണ്ണ് അങ്ങനെയൊക്കെ 20,000 ലിറ്റർ വെള്ളം ഒക്കെ സൂക്ഷിക്കുകയാണ് അവിടെ താമസിക്കുന്ന വിനോദസഞ്ചാരികൾക്കായി. അതുപോലെ തന്നെ ഈ നീർച്ചാലുകളുടെ സ്ഥലം മാറ്റിയതിനു ശേഷം അത് തടസ്സപ്പെടുത്തിക്കൊണ്ട്, അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് സ്വിമ്മിംഗ് പൂൾ കെട്ടിയിരിക്കുന്നു. സംഷാദ് മരക്കാർക്ക് ഇതൊന്നും അറിയില്ല എന്ന് ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? ഞാനിതിന് മറുപടി പറയും. ഞാൻ ഈ 12 റിസോർട്ടിൻ്റെ കാര്യം എവിടെയാന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു പഞ്ചായത്തിനകത്ത് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി പറഞ്ഞതാണ്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായി മാറിയ വ്യക്തി പറയുകയാണ്, ഞങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത്, എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് അറിയില്ല, അത് പ്രസക്തവുമല്ലല്ലോ, ഇങ്ങനൊരു സമിതിയെ വെച്ചു. ആ സമിതിയാണ് ഇങ്ങനെ പഠിച്ചത്. 12 റിസോർട്ടുകൾ, 9-ലും നഗ്നമായ നിയമലംഘനം, മനുഷ്യ നിർമ്മിതമായ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അടക്കം അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതൊന്നും ഈ 12 എന്നുള്ളത് വിട്. അവിടെ എല്ലാ റിസോർട്ടുകളും കൃത്യമായി തന്നെയാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സംഷാദ്? അവിടെ ഇങ്ങനെ ഈ പറയുന്ന അനധികൃതമായി ഈ പറയുന്ന 20,000 ലിറ്ററൊക്കെ വെള്ളം ഇങ്ങനെ ശേഖരിച്ച് വെക്കലുണ്ടോ? അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ? ഈ നീർച്ചാലുകൾ എന്ന് പറയുന്നത് തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായും ഞാനതിന് മറുപടി പറയാം. വയനാട്ടിൽ അനധികൃതമായി റിസോർട്ടുകൾ ഇല്ല എന്നുള്ളൊരു വാദം എനിക്കില്ല എന്നുള്ളതാണ്. ഒന്ന്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നതിന് ശേഷം നമ്മൾ ലീഗലി അല്ലാത്ത റിസോർട്ടുകളെ കുറിച്ച് നമ്മളൊരു ഡാറ്റ തന്നെ ശേഖരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായ ഒരു ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത്. അതത് പഞ്ചായത്തുകൾക്ക് നമ്മൾ ആ ഡാറ്റ കൈമാറാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ നടപടി എടുക്കേണ്ടത് പൂർണ്ണമായി പഞ്ചായത്തുകൾക്ക് എടുക്കാം. 2, വയനാട്ടിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. നിലവിൽ റെഡ് സോൺ ഉണ്ട്, ബഫർ സോൺ ഉണ്ട്, കെട്ടിട നിർമ്മാണത്തിന്റെ ഉയരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. എന്റെ ചോദ്യം, അങ്ങേക്ക് പരിശോധിച്ചാൽ കിട്ടില്ലേ ഈ ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി ഒരു ഉപസമിതിയെ വെച്ച് പഠിച്ച ഈ റിപ്പോർട്ട്? അത് വരുത്തിക്കുമോ? അതിന്റെ മേലുള്ള പരിശോധനകൾ നടക്കുമോ? തുടർ നടപടികൾ സ്വീകരിക്കുമോ? ഞാൻ തീർച്ചയായും വേണു, ഇതൊന്നും ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ.
ഇതിനകത്ത് നമ്മളിവിടെ എടുക്കുന്നൊരു നിലപാടുണ്ട്, അത് കൃത്യമാണ്. അതിനകത്ത് ഒരു തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കും ഒപ്പം നിൽക്കുന്നത് ആരാണെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ കൂടെ ഈ ജില്ലയിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അനധികൃതമായി പ്രവർത്തിക്കുന്ന റിസോർട്ടുകളെ കുറിച്ച് പരാതികളുണ്ടെങ്കിൽ ഇനി പരാതി വേണ്ട, ഈ ഒരു ചർച്ച തന്നെ ഇതിൻ്റെ പരാതിയായി കണക്കാക്കുകയാണ്. ഈ ചർച്ചയിൽ ഉന്നയിച്ച സ്ഥലങ്ങൾ, ഇനി ചർച്ചയിൽ ഉന്നയിക്കപ്പെടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം വിശാല മനസ്സൊക്കെ എല്ലാവരും പ്രതികരിക്കുമ്പോൾ കാണാറുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് തീർത്തും സാങ്കേതികമായി തന്നെ അങ്ങയോട് ചോദിക്കുന്നത്. ഒരു ഭരണസമിതി, ഒരു ഉപസമിതിയെ വെച്ച് പഠിച്ച ഒരു റിപ്പോർട്ടുണ്ട് എന്ന് പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, ആ കാര്യം മാധ്യമങ്ങളോട് വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞത്, പിന്നീട് എനിക്കതിൽ തുടർ നടപടികളിലേക്ക് പോകാനും അത്തരം കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും കഴിഞ്ഞില്ല, പിന്നെ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായി മാറിയെന്ന്. അങ്ങനെ ഉപേക്ഷിച്ചു പോകേണ്ട ഒരു കാര്യമല്ല. ഇനി അത് പോട്ടെ, ഒരു വാദത്തിന് അത് അംഗീകരിച്ചാൽ തന്നെ സംഷാദെ താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താൻ കഴിയുമല്ലോ. നടത്താം. ഞാൻ അത് അദ്ദേഹം പറഞ്ഞത് വെച്ചാണെങ്കിൽ, അദ്ദേഹം കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലുള്ളപ്പോൾ ഉണ്ടാക്കിയ ഉപസമിതിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ 2020 ഈ ഭരണസമിതി വരുന്നതിന് മുമ്പ് ആ ഉപസമിതി റിപ്പോർട്ട് അവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ വന്നതിന് ശേഷം അല്ല ഉപസമിതി റിപ്പോർട്ട് ഉണ്ട്. ഇനി അങ്ങനെ ഒരു ഉപസമിതി റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും നമ്മൾ എടുക്കാം. പക്ഷേ ഇതിൽ വേണു ഇവിടെ നമ്മൾ ഈ ജില്ലയുമായി ബന്ധപ്പെട്ട് വേണുവിൻ്റെ ഏത് മീഡിയ പേഴ്സൺ വഴി അന്വേഷിച്ച് നോക്കൂ. ഇവിടെ നമ്മൾ എടുക്കുന്നൊരു സ്റ്റാൻഡ് ക്ലിയർ ആണ്. നമ്മൾ ഇതിനകത്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. നിയമവിരുദ്ധമായി എവിടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് തടയാനുള്ള റൈറ്റ് ഇവിടുത്തെ പഞ്ചായത്തുകൾക്കുണ്ട്. അവർക്ക് പറ്റാത്തത് തടയാൻ DDM എന്താണ് പറഞ്ഞത്? അവിടെ വെള്ളം സംഭരിച്ചു വെക്കുന്നു, അവിടെ നീന്തൽ കുളമുണ്ട്, അവിടെ മരം മുറിക്കുന്നു. അല്ല, ഈ ഒരു പരാതി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാലല്ലേ വേണു ഇതിനകത്ത് നമുക്ക് ഇടപെടാൻ കഴിയുക. അവർ നമുക്ക് പരാതി എനിക്കെന്നല്ല ഞാൻ പറഞ്ഞു, എൻ്റെ ശ്രദ്ധയിൽ ഈ പരാതി പെട്ടിട്ടില്ല. ആ പരാതി പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതാ പറഞ്ഞു, ഒരു കാര്യം കൂടി വേണുവിനോടൊന്ന് പറയാം. ഈ മൂപ്പൈനാട് എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഒരു കോറി അനുമതി നൽകുന്നു. ആ കോറി ബഫർ സോണിനകത്താണ് വരുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന DDMA കോറിയുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നു. ഈ കോറി ഉടമ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നു. ആ അഫിഡവിറ്റ് എന്താണ്? വയനാട് ദുരന്ത നിവാരണ അതോറിറ്റി എടുത്ത് ഈ ബഫർ സോൺ തീരുമാനം തെറ്റാണ്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരം, ബഫർ സോൺ തീരുമാനം എടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല എന്ന് പറയുന്നു. ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയോട് ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറയുന്നു. ചീഫ് സെക്രട്ടറി ഇതേ അഭിപ്രായം പറയുന്നു. ഫലത്തിൽ കോറിക്ക് അനുമതി കിട്ടി. നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഭരണ സംവിധാനത്തിന് ബഫർ സോൺ നിശ്ചയിച്ച് പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ടോ? ഓരോ ജില്ലയിലെയും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ആ ജില്ലയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ അധികാരമില്ല എന്നെങ്ങനെയാണ് സർക്കാരിന് അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റുക കോടതിയിൽ? യെസ്, അത് തന്നെയല്ലേ ആ അഫിഡവിറ്റ് കൊടുത്ത് ആ കോർട്ടിൽ നമുക്കെതിരെ വിധി വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ അറിഞ്ഞ ഉടനെ ചീഫ് സെക്രട്ടറി തലത്തിൽ ഞാൻ നേരിട്ട് അന്നത്തെ കലക്ടർ പോയി കണ്ടു, പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചീഫ് സെക്രട്ടറിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് നമ്മൾ ഒരു കാരണവശാൽ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഫേവറായിട്ടല്ല അവിടെ തീരുമാനം പോയത്. ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതി കൂടെ വാങ്ങണമായിരുന്നു എന്നുള്ളതാണ്. അനുമതി വാങ്ങണം എന്നുള്ളതൊന്നും DDMA ആക്ടിനകത്തില്ല. ഇതാണ് പ്രശ്നം. സംഷാദെ, ഒരു പിഴവ്, സാങ്കേതികമായ ഒരു പിഴവ് വന്നാൽ മതി കോടതിയിൽ ഈ പറയുന്ന നിങ്ങൾ ആർക്കെതിരെയാണോ യുദ്ധം ചെയ്യുന്നത് അവർക്ക് അനുകൂലമായ വിധി വരും. പക്ഷേ എൻ്റെ സംശയം ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്തതാണോ എന്നതാണ്. അല്ലല്ല, ഒരു സെക്കൻഡ്. പല കാര്യങ്ങളിലും ബോധപൂർവം ഇത്തരം പഴുതുകൾ ഇട്ടുകൊണ്ട് എന്നാൽ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന നടപടികൾ എടുക്കാറുണ്ട്. അല്ല, അത് വേണു ചിലപ്പോൾ എന്നെ അറിയാത്തതുകൊണ്ടായിരിക്കും. അല്ല, ഞാൻ താങ്കളെ വ്യക്തിപരമായി പറയുന്നതല്ല. അല്ല, ഇപ്പൊ വയനാടുമായി ഒരു ബന്ധമില്ലെങ്കിലും അങ്ങേക്കറിയാമല്ലോ, കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് പാലാരിവട്ടവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയെ നാം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് അനുകൂലമായി കോടതി വിധിച്ചു. നമ്മുടെ ഉദ്യോഗസ്ഥരിൽ തന്നെ ഒരു കൂട്ടർ ഏത് കാലത്തുള്ള നിയമപ്രകാരമാണോ അത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാതെ മറ്റൊരു നിയമപ്രകാരം അത് ചെയ്യുകയുണ്ടായി. ഈ സാങ്കേതികത്വം അവരോട് ചൂണ്ടിക്കാട്ടി. ഫലത്തിൽ എന്താ സംഭവിച്ചത്? അവർക്ക് ആ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റി. ഈ ഉദ്യോഗസ്ഥന് ഇത് അറിയില്ലായിരുന്നു എന്നാണോ? അപ്പോൾ അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. സംഷാദെ, ഞാനത് താങ്കളെ വ്യക്തിപരമായി ഉദ്ദേശിച്ച് പറഞ്ഞതായി കരുതേണ്ട. നമ്മുടെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഇല്ല
തീർച്ചയായും ഞാനത് ഉൾക്കൊള്ളുന്നുണ്ട്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. നമ്മളൊരു സ്ട്രഗിൾ എടുത്ത് ഒരു റിസ്ക് എടുത്ത് നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്തൊരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിനോടൊപ്പം നമ്മൾ നിൽക്കുമെന്ന് വിചാരിക്കുന്ന ആളുകൾ നിൽക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വരികയുണ്ടാവുന്നുണ്ട്. അത് ആ പ്രദേശത്ത് അന്വേഷിച്ചപ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രയാസമുണ്ട്. നമുക്കൊരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തുള്ള പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ വേണമെന്നില്ല. അവർ നമ്മളോടൊപ്പം നിന്നാൽ മതി ജെന്യുവിനായ കാര്യത്തിന് മാത്രം. ഈ പറഞ്ഞ പരാതികളിൽ ഈ അമ്പുകുത്തിയിലെ കാര്യമാണെങ്കിലും മറ്റുള്ള അനധികൃത റിസോർട്ടുകൾ, അനധികൃത നിർമ്മാണം, നീർച്ചാലുകളുടെ ബന്ധനമൊക്കെ എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോഴാണ് പെട്ടത്. ഇനി അത്തരത്തിൽ ഒരു പരാതിയും എനിക്ക് വേണ്ട. അതിനകത്ത് എന്താണോ ആ പഞ്ചായത്ത് സെക്രട്ടറിയെ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ശേഖരിക്കും. അവിടെ എന്ത് തരത്തിൽ അനുമതിയാണ് അവർ കൊടുത്തത് എന്നും എന്ത് തരത്തിലുള്ള നിർമ്മാണമാണ് അവിടെ. കാരണം ഒരു പഞ്ചായത്തിൻ്റെ ലൈസൻസിങ് ഇല്ലാതെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പഞ്ചായത്തിൻ്റെ മാത്രം പവറാണ്. ഇനി അത് ഉറപ്പായി പരിശോധിക്കും. ആ ആളുകൾ പറഞ്ഞ ഇപ്പോൾ 24 ചാനലിനകത്ത് വയനാട്ടിലെ അമ്പുകുത്തി പ്രദേശത്തെ ആളുകൾ പറഞ്ഞ ആശങ്ക പൂർണ്ണമായി ഉൾക്കൊള്ളും. നാളെ തന്നെ ഇതിനകത്ത് മാത്രമല്ല താങ്കൾ ആവർത്തിക്കുന്നുണ്ട് പറയാണ് ഈ ഒരു ക്വാറിക്ക് അനുമതി കിട്ടിയ ദൗർഭാഗ്യകരമായ സംഭവത്തിനകത്ത് വീര്യം ചോരേണ്ട കാര്യമൊന്നുമില്ല. പഞ്ചായത്തിന്റെ ശക്തി കേരളം കാണിച്ചിട്ടുള്ളതാണ്. ആരെ ഈ പറയുന്ന ക്വാറി മുതലാളിമാരെ മാത്രമല്ല, ആഗോള കുത്തകയായ കൊക്കക്കോള കമ്പനിയെ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടുന്ന് ഓടിച്ചതാണ് നമ്മൾ. അതൊരു പഞ്ചായത്തിന്റെ ശക്തിയാണ് കണ്ടത് അല്ലേ? അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മുടെ നാട്. ഞാൻ അങ്ങയിലേക്ക് വരാം.